ശബരിമലയിൽ ഭക്തജന തിരക്ക് വർദ്ധിക്കുകയാണ്. 10 മണിവരെ 45,000-ഓളം സ്വാമിമാരാണ് അയ്യനെ കാണാൻ മല കയറിയത്. ഇന്നലെ 96,000 ഭക്തർ ദർശനം നടത്തി. ശബരിമലയിൽ നിന്ന് PK സരീഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഓരോ മണിക്കൂർ പിന്നിടുന്തോറും ശബരിമലയിലേക്ക് പ്രത്യേകിച്ച് സന്നിധാനത്തേക്ക് എത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ വലിയ വർധനവ് ഉണ്ടാവുകയാണ്. ആദ്യ മണിക്കൂറിൽ 3000 മുതൽ 3500 പേർ വരെയാണ് ഒരു മണിക്കൂറിൽ പമ്പയിൽ നിന്നും നീലിമല കയറിയതെങ്കിൽ ഈ മണിക്കൂറുകളിൽ പിന്നിടുമ്പോൾ ഏതാണ്ട് 4500 മുതൽ 5200 വരെ ആളുകളാണ് ഒരു മണിക്കൂറിനുള്ളിൽ നീലിമല കയറുന്നത് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. എന്തായാലും ഇന്നലെയായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ ദർശനം നടത്തിയത്. 96,000 പേരാണ് ഇന്നലെ ദർശനം പൂർത്തിയാക്കിയത്. അത് ഈ മണ്ഡലകാലത്തിലെ ഏറ്റവും ഉയർന്ന കണക്കാണ്. നേരത്തെ അത് 93,000 ആയിരുന്നു. പക്ഷേ ഇനി അടുത്ത ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഇന്ന് മുതൽ അങ്ങോട്ടേക്ക് കൂടുതൽ ആളുകൾ ദർശനം നടത്തും, കൂടുതൽ ഭക്തർ ദർശനം നടത്തും എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡും ഒപ്പം തന്നെ പോലീസും കരുതുന്നത്. കാരണം മണ്ഡലകാലം അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതോടൊപ്പം തന്നെ ഇനി അടുത്ത ദിവസങ്ങൾ എന്ന് പറയുന്നത് അവധി ദിവസങ്ങളിലേക്ക് കടക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആളുകളുടെ എണ്ണത്തിൽ അങ്ങോട്ട് വലിയ വർധനവുണ്ടാകും. പ്രത്യേകിച്ച് സ്പോട്ട് ബുക്കിങ്ങിൽ വലിയ വർധനവുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇന്നലെ മാത്രം ഏതാണ്ട് 25,000-ഓളം പേർ സ്പോട്ട് ബുക്കിങ്ങിലൂടെ എത്തി എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് 10,000 മുതൽ 15,000 വരെ ആയിരുന്നു. പക്ഷേ ഈ സ്പോട്ട് ബുക്കിങ്ങിലെ എണ്ണത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നേരത്തെ 70,000 ഈ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തവർ പോലും എത്താത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം മാറുന്നു. 70,000 പേർ കൃത്യമായി എത്തുന്നു. അതോടൊപ്പം തന്നെ പുല്ലുമേട് വഴിയും കാരണപാതയായ കരിമല വഴിയും എത്തുന്നവരുടെ എണ്ണത്തിലും വലിയ വർധനമുണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചില നിയന്ത്രണങ്ങൾ കൂടി ഏർപ്പെടുത്തുകയാണ്. ഈ മരക്കൂട്ടം ഒപ്പം തന്നെ ശരംകൊത്തി ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഈ സ്വാമിമാരെ അല്പമെങ്കിലും തടഞ്ഞതിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് കയറ്റിവിടുന്നത്. കാരണം ഏതെങ്കിലും രീതിയിൽ ക്രൗഡ് അല്ലെങ്കിൽ ഭക്തരുടെ എണ്ണം ഈ ശബരിമലയിൽ പ്രത്യേകിച്ച് നടപ്പന്തലിൽ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് നിയന്ത്രിക്കാനാവാത്തൊരു സാഹചര്യം ഉണ്ടാകും. മണിക്കൂറുകളോളം അവിടെ ക്യൂ നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ടാകും. അത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന്, പ്രത്യേകിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ എത്തുന്ന ഭക്തർക്ക് പ്രതിഷേധത്തിനൊക്കെ ഇടയാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകളെ നടപ്പന്തലിലേക്ക് എത്തുന്നത് പോലും നിയന്ത്രിക്കുക എന്നൊരു തീരുമാനമാണ് ഇപ്പോൾ പോലീസ് കൈക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി മരക്കൂട്ടത്തും തന്നെ ശരംകുത്തിയിലും ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഈ രാവിലെ ആരംഭിച്ച തിരക്ക് ഇപ്പോഴും തുടരുകയാണ്. വൈകുന്നേരവും ഇതേ സമാനമായ ഒരു സാഹചര്യം തന്നെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ എന്തായാലും എല്ലാവർക്കും സുഗമമായി ദർശനം നടത്താനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്.